രാത്രി ഒരു 12 എന്തോ ഭയങ്കര പൊട്ടുന്ന ഭീകരമായ ശബ്ദം കേൾക്കുന്നു. ഇറങ്ങി നോക്കിയപ്പോൾ കല്ല് വെച്ചിറഞ്ഞാണ് വീടിൻ്റെ ഒരു ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു 30-45 മീറ്റർ മതിലയിൽ പെയിൻ്റ് അടിച്ച് LDF ബുക്കിടത്ത് എഴുതി വെച്ചു. 2 പ്രാവശ്യം നിങ്ങളിങ്ങനെ വിഷയം ഉണ്ടാക്കി. ഈ പ്രാവശ്യം നിങ്ങളിത് പെയിൻ്റ് അടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ പരസ്യം ചെയ്താൽ ഞാൻ അടുത്ത നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അവനത് കേട്ടുകൊണ്ട് പോയി, മൈൻഡ് ചെയ്തില്ല. ഞാനിത് കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങാനും എടുത്തു കളഞ്ഞാൽ നിൻ്റെ കുടൽ വലിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളോട് ചോദിച്ചില്ല, ഭീഷണിയും വന്നു. പിറ്റേ ദിവസം ഇവർ വന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി ഭീഷണിയൊക്കെയായി എടുത്ത് കളഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ല, ബാക്കി എല്ലാവരും ചോദിച്ചാൽ നിങ്ങൾക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടാക്കിപ്പോയി. വീടിൻ്റെ ഭിത്തിയിലെല്ലാം മലയെല്ലാം വാരി എറിഞ്ഞു, ഞങ്ങൾ പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട്. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ. നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാഴക്കുളത്ത് സ്വകാര്യ ഭൂമിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഫ്ലെക്സ് വയ്ക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് വീട് ആക്രമിച്ചതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. റിജോ ചാക്കോ എന്ന ആളുടെ വീടിന് നേരെയാണ് ഇത്തരത്തിൽ CPM വലിയ രീതിയിൽ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ റിജോ ചാക്കോ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മറുനാടനോട് വിശദീകരിക്കുകയാണ്. ഇതൊരു 15 വർഷം മുമ്പുള്ള ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു ജംഗ്ഷനിലാണ്. അപ്പോൾ ഏത് പാർട്ടിക്കാർക്കോ ഇപ്പോൾ മതങ്ങൾക്കോ ഉത്സവങ്ങൾക്കോ എന്തിനും വേണ്ടിയിട്ട് അവിടെ പരസ്യം വയ്ക്കുക, എന്ത് ബാനർ കെട്ടാൻ പറ്റുന്ന സൗകര്യമുള്ളൊരു വീടാണ് ഞങ്ങളുടെ. ജംഗ്ഷനായതുകൊണ്ട് എല്ലാവരും കാണും, ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാ പാർട്ടിക്കാർക്കും ആരും ഏതോ മതത്തിൽപ്പെട്ടവർ ചോദിച്ചാൽ എന്ത് കാര്യത്തിനും ഞങ്ങളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങളുടെ അവിടെ ഭിത്തിയുണ്ട്, മതിലുണ്ട്, മരങ്ങൾ, തെങ്ങ് എല്ലാം ഉണ്ട്. അവിടെയെല്ലാം ബാനറും പരസ്യങ്ങളെല്ലാം വയ്ക്കുന്നൊരു സാധാരണ സംഭവമാണ്. അപ്പോൾ അടുത്തുള്ള എല്ലാവരും ഞങ്ങളെ അറിയുന്നവരാണ്, എല്ലാം പരിചയക്കാരുമാണ്. പക്ഷേ 15 വർഷം മുമ്പ് ഒരു ഇലക്ഷൻ്റെ സമയത്ത് BJPക്കാരും കോൺഗ്രസ്സുകാരും ഞങ്ങളോട് ചോദിച്ചിട്ട് അവരുടെ വലിയ കട്ടൗട്ട് അവിടെ വെച്ചു. പക്ഷേ ഈ LDFകാർ ഒരു 5 പേര് വന്നു. അതിൽ 3 പേര് എന്നെ അറിയുന്നവരാണ്, 2 പേരെ ഞാൻ അറിയില്ല, വേറെ ദൂരെയുള്ളവരാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ചോദിച്ചിട്ട് കെട്ടാമെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ പറയുന്നു വേണ്ട കയറ്റി കെട്ടിടാമെന്ന് പറയുന്നു. അവരത് തെങ്ങ കയറ്റി. അത് കഴിഞ്ഞാണ് അവിടെ നിൽക്കുന്ന എന്നെ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനിത് കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങാനും എടുത്തു കളഞ്ഞാൽ നിൻ്റെ കുടൽ വലിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളോട് ചോദിച്ചില്ല, ഭീഷണിയും വന്നു. അങ്ങനെ വന്നുകൊണ്ട് അവർ പോയപ്പോൾ ഞാൻ കട്ടൗട്ടെടുത്ത് വീടിൻ്റെ പുറകെ കൊണ്ടിട്ടു, വീടിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. പിറ്റേ ദിവസം ഇവർ വന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി ഭീഷണിയൊക്കെയായി എടുത്ത് കളഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ല, ബാക്കി എല്ലാവരും ചോദിച്ചാൽ നിങ്ങൾക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടാക്കിപ്പോയി. വീണ്ടും അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇലക്ഷനാണല്ലോ. ആ ഇലക്ഷൻ സമയത്തും ഒരു ദിവസം രാത്രി വന്നപ്പോൾ ഇവരുടെ മരത്തിൽ ഇവരുടെ ബോഡി ഇരിക്കുന്നു. ബാക്കി പാർട്ടിക്കാരെല്ലാം ചോദിച്ചു. ഞാനത് വീണ്ടും എടുത്ത് വീടിൻ്റെ പാർക്ക് പുറത്തുകൊണ്ടിടുന്നു. പിറ്റേ ദിവസം പാർട്ടിക്കാർ വിളിക്കുന്നു, തിരയിൽ വിളിക്കുന്നു, കുറേ ആളുകൾ വീട്ടിൽ വരുന്നു, ഭയങ്കര ബഹളമായി. ഐഷ്യുടെ കഴിഞ്ഞു. ഈ ഇലക്ഷന് വീണ്ടും ഒരു മാസം മുമ്പ് ഇവർ ചെയ്തത് ഞങ്ങളുടെ ഒരു 30-45 മീറ്റർ മതിലയിൽ പെയിൻ്റ് അടിച്ച് LDF ബുക്കിടത്ത് എഴുതി വെച്ചു. സ്വന്തം പ്രോപ്പർട്ടിയിലാണ്. സ്വന്തം പ്രോപ്പർട്ടി തന്നെ. അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും, അതവർക്കറിയാം. ബുക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞു, 2 പ്രാവശ്യം നിങ്ങളിങ്ങനെ വിഷയം ഉണ്ടാക്കി, ഈ പ്രാവശ്യം നിങ്ങളിത് പെയിൻ്റ് അടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ പരസ്യം ചെയ്താൽ ഞാൻ അടുത്ത നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അവനത് കേട്ടുകൊണ്ട് പോയി, മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി അവർ മുഴുവൻ പരസ്യം അവിടെ എഴുതി വെച്ചു, പടമൊക്കെ വരച്ച് വെച്ചു. ഞാൻ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പാർട്ടി നേതാവ് എന്നെ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുക്കുന്നില്ല, 2 പ്രാവശ്യം വിളിച്ചെടുക്കുന്നില്ല. അപ്പോൾ പരാതി അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ പാർട്ടിക്കാർ വീട്ടിലുണ്ട്, ഭയങ്കര ബഹളം. അത് ഇച്ചിരി ലഹളയിലേക്ക് പോയി. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്? പെർമിഷൻ ഇല്ലാതെ 2 പ്രാവശ്യം ചെയ്തു, വഴക്കുണ്ടായി ചെയ്തു. പിന്നെ ഇതിന് മുമ്പിലത്തെ പ്രാവശ്യം വീടിൻ്റെ ഭിത്തിയിലെല്ലാം മലയെല്ലാം വാരി എറിഞ്ഞു, ഞങ്ങൾ പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട്. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഗേറ്റിലെല്ലാം മലയെല്ലാം വാരി എറിഞ്ഞു. അങ്ങനെ 2 ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഞങ്ങൾ ക്ഷമിച്ച് കേസ് കൊടുത്തില്ല. കാരണം അറിയുന്നവരാണല്ലോ, എല്ലാം നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആണല്ലോ. ഈ പ്രാവശ്യം ഇത്ര ബലമായിട്ട് ബുക്ക് ചെയ്യുകയും വീണ്ടും പരസ്യം ചെയ്യുകയും അങ്ങനെ ഒന്നുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു. പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെട്ടു. അന്ന് രാത്രി തന്നെ ഇവർ പെയിൻ്റ് അടിച്ച് മായ്ച്ച് കളഞ്ഞു, പ്രശ്നം തീർന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി 8:30 ആയപ്പോൾ പുറത്ത് ഭയങ്കര തെറി വിളിക്കുന്ന വേണം. അപ്പോൾ ഒരു ബൈക്കിൽ 2 പേര് വന്ന്, ആരാന്നറിയില്ല, കുറച്ച് ദൂരം പാർട്ടിക്കാരാണ്, ദൂരമുള്ളവരാണ്, ഒന്ന് ഭയങ്കരമായിട്ട് അസഭ്യവും കേൾക്കാൻ കൊള്ളില്ലാത്ത വൃത്തിയോടെല്ലാം പറഞ്ഞ് അവരങ്ങ് പോയി. രാത്രി ഒരു 12 ആയപ്പോൾ എന്തോ ഭയങ്കര പൊട്ടുന്ന ഭീകരമായ ശബ്ദം കേൾക്കുന്നു. ഇറങ്ങി നോക്കിയപ്പോൾ കല്ല് വെച്ചിറഞ്ഞാണ് വീടിൻ്റെ ഒരു ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. 2 കല്ല് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഭിത്തിക്ക് കൊണ്ട് ഒരു ഗ്ലാസ് പൊട്ടി,
പിന്നെ CC ക്യാമറ നോക്കിയപ്പോൾ ഒരാൾ ബുള്ളറ്റിൽ വരുന്ന ഇറങ്ങിട്ട് പോകുന്ന കാണുന്നുണ്ട്. പിന്നെ പോലീസുകാരെ വിളിച്ചും ഇന്നലെ കേസൊക്കെയായി FIR ഒക്കെ എടുത്ത് മനസ്സിലാക്കി ചെയ്ത് അതെല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. പ്രതികളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് പട്ടിക്കാർ തന്നെയാണ്. കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആരും അറസ്റ്റ് ചെയ്തില്ലോ എന്നറിയില്ല. സംഭവം ഉണ്ടായപ്പോൾ ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. മറ്റു 2 പാർട്ടികൾ ഫ്ലക്സും ഇരിപ്പുണ്ട്. പല കട്ടൗട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് വെച്ചത്. ഇവർക്കൊന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇവർ ചോദിക്കില്ല, ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ഒരു പിടിവാശിയാണ് ഇവർക്ക്. അതിൻ്റെ യാതൊരു കാര്യവുമില്ല. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. ശരി, എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ തീർന്നു. ഇനിയിപ്പോൾ അവർ അറസ്റ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ അത് പോലീസ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഇവർ ചെയ്തത് ശരിക്കും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 307 ലംഘനമാണ്. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ പൂർണ്ണമായ അനുവാദം വേണം. ഇപ്പോൾ 3 പ്രാവശ്യം അവരിത് ലംഘിച്ചു. അപ്പോൾ അതൊരു ഭരണഘടനയ്ക്കെതിരെയുള്ളൊരു നടപടിയും കൂടിയാണ്. റിജോ പറഞ്ഞതുപോലെ ഒരു ജംഗ്ഷനിലാണ് റിജോയുടെ വീടും സ്ഥലവും നിൽക്കുന്നത്. ഇവിടെ 3 രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഫ്ലക്സുകൾ എല്ലാ വർഷവും വയ്ക്കുന്നതാണ്. BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലവിൽ ഫ്ലക്സുകൾ ഉണ്ട് എന്ന് തന്നെയാണ് റിജോ ചാക്കോ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ CPMൻ്റെ ഫ്ലക്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് വീട് ആക്രമിക്കുകയും അതുകൂടാതെ മലം ഇത്തരത്തിൽ വീട്ടിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് റിജോ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുന്നു എന്നാണ് റിജോ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതുവരെയും പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വീട്ടുടമസ്ഥൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖില ശോകനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.